നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ശ്രീ ജനാർദ്ദൻ സാർ അവറുകളെയാണ്. 1944 ജനിച്ച് ഇപ്പോൾ 2025 ജീവിക്കുന്ന അദ്ദേഹത്തോടൊപ്പം മീഡിയ ടു ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ 1944 ജനിച്ച് ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ സാറിൻ്റെ ജീവിതയാത്ര അതാണ് സാറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ജീവിതയാത്ര എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു യാത്രയാണ്. അതിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഈ ദശകളെല്ലാം കടന്നാണ് ഒരു ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത്. എൻ്റെ സ്വന്തം കാര്യം നോക്കിയാൽ ശൈശവം അത്ര ഓർമ്മയില്ല, എങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത്. എല്ലാവരും വാത്സല്യപൂർവ്വം നോക്കും, എല്ലാവരും ആശ്ലേഷിക്കും, എല്ലാവരുടെ സുഖം എൻ്റെ സുഖം അന്വേഷിക്കും. അങ്ങനെ ശൈശവം വളരെ മംഗളമായിട്ട് പോയി എന്നെല്ലാവരും പറയുന്നുണ്ട്. ബാല്യം എനിക്ക് കുറേയൊക്കെ ഓർമ്മയുണ്ട്. ഏതാണ്ടൊരു 4 വയസ്സ് മുതലുള്ള ബാല്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ബാല്യകാലവും എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എന്നോട് വളരെ സ്നേഹമായിട്ടും വാത്സല്യത്തോടും സന്തോഷത്തോടും പെരുമാറി. അപ്പം എൻ്റെ ബാല്യവും ഒരു വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ കൗമാരവും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ സഹവാസവും സഹകരണവും കൂട്ടുകാരുടെയും അയൽപക്കക്കാരുടെയും ഒക്കെ ആ സമ്മിശ്രമായ പ്രതികരണം എൻ്റെ കൗമാരത്തെയും നല്ലവണ്ണം പരിരക്ഷിച്ചു എന്ന് വേണം പറയാൻ. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആ സമയത്തായിരുന്നു. നെടുമങ്ങാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. നെടുമങ്ങാട് ഗ്രാമത്തിൽ ജനിച്ച് അവിടുത്തെ സ്കൂളിൽ പഠനം ആരംഭിച്ച് അങ്ങനെ 1, 2, 3, 4, 5 ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ആ കൗമാരത്തിൽ അച്ഛൻ്റെ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വാമനപുരം, പിഞ്ഞാറമൂട്, കല്ലറ, മുതിർമല എന്നീ സ്കൂളുകളിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ആ സ്കൂളുകളിലൊക്കെ എനിക്ക് ഒരു നല്ല സ്ഥാനം ലഭിച്ചു എന്ന് വേണം കരുതുവാൻ. ഒരു പക്ഷേ പോയ സ്കൂളുകളിലെല്ലാം എനിക്കൊരു പ്രധാനപ്പെട്ട സ്ഥാനം അവിടുത്തെ അധ്യാപകർ തന്നു. ഉദാഹരണത്തിന് അന്ന് ജനഗണമന പാടും രാവിലെ. ആ പാടുന്ന അവസരങ്ങളൊക്കെ പല സ്കൂളിൽ ഞാൻ പോയാലും ആ സ്കൂളിലെല്ലാം എങ്ങനെയോ പറഞ്ഞറിഞ്ഞ് അവരെന്നെ കൊണ്ട് തന്നെ പഠിക്കും. പിന്നെ അവിടുത്തെ സ്കൂൾ കായിക മേളകളിലൊക്കെ ഞാൻ പങ്കെടുക്കും. അവിടെയൊക്കെ ഏതോ സഹായത്താൽ എനിക്ക് പ്രഥമ സ്ഥാനമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൗമാരം, അനന്തപൂർണ്ണമായ കൗമാരം. പിന്നെ യൗവനം വന്നു. യൗവനം എന്ന് പറയുമ്പോൾ അതും ഏതാണ്ട് ഇതേ പ്രകാരം തന്നെയാണ് പോയത്. കോളേജിൽ നെടുമങ്ങാട് സ്കൂളിലാണ് SSLC പാസ്സായത്. അതിനുശേഷം ട്രിവാൻഡ്രം ഇൻ്റർമീഡിയറ്റ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. പിന്നെ കണ്ണൂരിൽ പോയി ഡിപ്ലോമയ്ക്ക് പഠിച്ചു. ഈ പഠിത്തത്തിലെല്ലാം എനിക്കൊരു ഉന്നത സ്ഥാനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജോലി ഉടൻ തന്നെ കിട്ടി. 20-ാമത്തെ വയസ്സിൽ ഞാൻ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്നത്തെ എൻജിനീയറിംഗ് സൂപ്പർവൈസർ എന്ന ജോലി കയറി. ഇന്നത്തെ ജൂനിയർ എഞ്ചിനീയറുടെ പദവിയാണ്. കയറി അന്ന് മുതൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് എനിക്ക് ലഭിച്ചത്. ധാരാളം സ്റ്റാഫും സഞ്ചരിക്കാൻ ഗവൺമെൻറ് വാഹനവും ഒക്കെ കിട്ടി. പൊതുജന സേവനത്തിൽ ഞാൻ ഏർപ്പെട്ടു. അങ്ങനെ പ്രമോഷനൊക്കെയായി ഇരിക്കുന്ന അവസരത്തിലാണ് യൗവനം തിളച്ചു മറിഞ്ഞ കാലത്ത് വിവാഹാലോചനകൾ വന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് യോജിച്ച ഒരു കുടുംബത്തുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹ ജീവിതം 25 വയസ്സിൽ കുടുംബജീവിതം ആരംഭിച്ചു. ആ കുടുംബജീവിതത്തിൽ 3 കുട്ടികൾ ജനിച്ചു. ഒരു മകനും 2 പെൺമക്കളും.
അവരോടൊപ്പം തിരുവനന്തപുരത്ത് ജീവിച്ചു. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ആ വ്യക്തിധർമ്മവും കുടുംബധർമ്മവും ഏതോ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലവണ്ണം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജീവിതം അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിധർമ്മം പരിപോഷിക്കപ്പെടും, കുടുംബധർമ്മം പരിപോഷിക്കപ്പെടും. ഗവൺമെൻറ് ജോലി പൊതുജന സേവനമായതുകൊണ്ട് സമൂഹധർമ്മവും ആചരിക്കപ്പെടും. സാർ, മീഡിയ ട്രൂ സാറിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, സാർ ഇപ്പോൾ 6ാം തലമുറയിൽ നിൽക്കുകയാണ്. അതെ. സാറിൻ്റെ തലമുറ മുതൽ ഈ 6ാം തലമുറ വരെ നിൽക്കുമ്പോൾ സാറിന് ഈ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ ചോദ്യം. ശരി. അപ്പോൾ സാറിൻ്റെ കാലഘട്ടത്തിൽ സമൂഹം എത്തരത്തിലായിരുന്നു പ്രവർത്തിച്ചത്? ആ കാലം 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറ, 5ാം തലമുറ. നമുക്ക് 1ാം തലമുറയിലേക്ക് കടക്കാം. 1ാം തലമുറ സത്യവും ധർമ്മവും അനുസരിച്ച് ജീവിച്ചിരുന്നതായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ അപ്പൂപ്പൻ, അമ്മൂമ്മ ആ കാലഘട്ടത്തിൽ അവരെല്ലാം അധ്വാനിച്ച് ജീവിച്ചവരാണ്. കൃഷി കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ ചെയ്ത് ജീവിച്ചവരാണ്. അന്നേ ആ പ്രായത്തിൽ എനിക്കറിയാം അവർ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല, ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. ആ കാലത്ത് ആ പ്രദേശത്തെ സകല കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ജാതി മത ഭേദമന്യേ വളരെ അനുകൂലമായ സാഹചര്യത്തിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജനങ്ങൾ വസിച്ചിരുന്നു. പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിനടുത്ത് ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മുസ്ലിം ഫാമിലികളായിരുന്നു കൂടുതലും. അവരുടെ വീട്ടിൽ നെയ്ച്ചോറ് വെച്ചാൽ നമുക്ക് ഒരു പാത്രത്തിൽ കൊണ്ട് വന്നിട്ട് അവർ കഴിക്കൂ. അതുപോലെ എനിക്കറിയാം, എൻ്റെ വീട്ടിൽ അടപ്രഥമൻ വെച്ചാൽ ആദ്യം ഒരു പാത്രത്തിൽ കൊണ്ട് മക്കളെ ഈ പാവശ കൊണ്ട് സാഹിബിന് കൊടുത്തിട്ട് വാ എന്ന് പറയാൻ അത് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുകയുള്ളൂ. അത്തരത്തിൽ സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ അന്ന് വളർന്നത്. ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിലോ പിള്ളേരെല്ലാം ഒരുമിച്ച് കളിക്കും. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ചിലർ പള്ളിയിൽ പോവും, ചിലർ ക്രിസ്ത്യൻ പള്ളിയിൽ പോവും, ഞങ്ങൾ അമ്പലത്തിൽ പോവും. എന്നിരുന്നാലും കൂടുമ്പോൾ ഇത്തരത്തിൽ വിചാരമേ ഇല്ല. സ്കൂളിൽ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അവിടെ ജാതിയോ മതമോ ഒന്നും അറിയുന്നില്ല. ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇൻസ്പെക്ടർ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നു, ഹിന്ദുക്കൾ എത്ര പേരുണ്ട്? ആരും ഒഴിക്കുന്നില്ല. മുസ്ലിം എത്ര പേരുണ്ട്? അവരെണീറ്റു. ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട്? അവരെണീറ്റു. ഹിന്ദുക്കളാരും എണീക്കുന്നില്ല. ഈ ഇത്രയും 40 കുട്ടികളുള്ള ഹിന്ദുക്കളാരും ഇല്ലേ? ഇതിൽ നായർ എത്ര പേരുണ്ട്? ഉടനെ അവർ എഴുന്നേൽക്കുന്നു. ഈഴവർ എത്ര പേരുണ്ട്? എഴുന്നേൽക്കുന്നു. തമിഴർ എത്ര പേരുണ്ട്? അവരെഴുന്നേൽക്കുന്നു. ഇത്തരത്തിൽ ആ കുട്ടി അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾ അറിയുന്നേയല്ല. സൗഹാർദ്ദമായിട്ടായിരുന്നു കുട്ടിക്കാലമൊക്കെ. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും. അന്നത്തെ കളിയെല്ലാം കുട്ടിയും കളി, ഓല കൊണ്ട് പന്തുണ്ടാക്കിയ പന്ത് കളി, വള്ളത്തിൽ കിടന്ന് നീന്തും, പരസ്പരം കളിയന്തട്ട് കളിക്കും, പന്ത് കളിക്കും, ആറ്റിപ്പോയി കുളിക്കും. എന്ത് സൗഹാർദ്ദമായിട്ടായിരുന്നു ആ കുട്ടിക്കാലം. മണ്ണിൽ കളിക്കും, വൈകിട്ട് കുളിക്കും, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കും, നാമം ചൊല്ലും. ഞങ്ങളുടെ വീട്ടിൽ നാമം ചൊല്ലാതെ ആഹാരമില്ല. നാം പോയി നാമം ചൊല്ലിയിട്ട് വാടാ എന്ന് അമ്മൂമ്മ പറയുമ്പോൾ പോയി നാമം ചൊല്ലിയിട്ട് ഓടി വന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഓടിച്ചെന്നിട്ട് പാടിയിട്ട് ഞങ്ങൾ അടുക്കളയിൽ ആഹാരം കഴിക്കാൻ പോകുള്ളൂ. അത്തരത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായ കുടുംബത്തിലായിരുന്നു. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മറ്റു സമുദായങ്ങളും അതുപോലെ അവർ ആചരിച്ചിരുന്നു. പ്രാർത്ഥന എല്ലാവരും ഞായറാഴ്ച പള്ളിക്ക് പോകുന്നത് കാണാം, വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് കാണാം. പക്ഷെ അവിടെ ഒരു വേർതിരിവ് കണ്ടിട്ടേ ഇല്ല, ആർക്കും തോന്നിയിട്ടുമില്ല. ആ സൗഹാർദ്ദ അന്തരീക്ഷം കാലം കൊണ്ട് കുറച്ച് മാറിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് കുറച്ച് മാറുന്നു. സാറിൻ്റെ അടുത്ത തലമുറ വന്നപ്പോൾ സംഭവിച്ചെന്താണ് സാർ? അടുത്ത തലമുറ എൻ്റെ തലമുറ. അതെ, എൻ്റെ തലമുറയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അന്നും ഇതേ തന്നെ പെരുമാറി പോയിരുന്നിരുന്നു ജനങ്ങളും. ഒരു പ്രത്യേക ഒരു സിസ്റ്റം പറഞ്ഞാൽ ഒരു മനുഷ്യൻ വ്യക്തിക്ക് ജീവിത നിലവാരമുണ്ട്, ജീവന നിലവാരമുണ്ട്. ജീവിത നിലവാരവും ജീവന നിലവാരവും. ജീവന നിലവാരം എന്ന് വെച്ചാൽ സമ്പത്താണ്. ജീവിത നിലവാരം വെച്ചാൽ ആധ്യാത്മികമാണ്, ആത്മീയം. അപ്പം ജീവിത നിലവാരവും ജീവന നിലവാരവും ഒരുമിച്ച് പോകണം.
എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തിൽ സമ്പത്തൊന്നും അധികമില്ല, ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ കുരുമുളക് പറിച്ചെടുത്ത് ചന്തയിൽ കൊണ്ട് വിറ്റാൽ അന്നത്തെ സാധനങ്ങൾ മേടിക്കും. തേങ്ങ പറിക്കുമ്പോൾ തേങ്ങ കൊണ്ട് വിറ്റിട്ട് സാധനം മേടിക്കും. നെല്ലുള്ളപ്പോൾ നെല്ല് കൊണ്ട് വിറ്റിട്ട് സാധനങ്ങൾ മേടിക്കും. ക്യാഷ് ഫ്ലോ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ. അന്ന് സമ്പാദിച്ചു കൂട്ടണം എന്ന ഒരു താല്പര്യം അന്നില്ലായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാലത്ത്. അപ്പൂപ്പനിൽ കിട്ടിയ വസ്തുവിൽ നിന്നും അതിൽ നിന്നും ജീവിതം കഴിച്ചു. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു, സത്യം പഠിപ്പിച്ചു, ധർമ്മം പഠിപ്പിച്ചു, സ്നേഹം പഠിപ്പിച്ചു. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അന്നത്തെ ജീവിത നിലവാരവും പട്ടിണിയില്ല, പക്ഷേ പട്ടിണിയില്ല, എന്തെങ്കിലും കഴിക്കാൻ കാണും. ഒന്നുമില്ല, മലക്കറി ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരിടത്ത് കറങ്ങി വരുമ്പോഴേക്കും ചെമ്പിൻ്റെ ഇല, അല്ലെങ്കിൽ പേണിയുടെ പൂവ്, അല്ലെങ്കിൽ ചെറുപയർ മുളച്ചിരിക്കുന്നതിൻ്റെ കുരുന്ന്, അതൊക്കെ ഒരു വാഴക്കൊലയിൽ നിന്ന് വരേണ്ട കായിണിഞ്ഞെടുക്കും. വാഴക്കൂമ്പ്, വാഴത്തട, അങ്ങനെ ഒന്നിനും ഒരു പ്രശ്നമില്ലായിരുന്നു. സുഖമായിട്ട് ജീവിച്ചിരുന്നു ആ കാലത്തിൽ. അപ്പം ജീവിത നിലവാരവും ജീവന നിലവാരവും രണ്ടും സമാധാനമായിട്ട് പോയിക്കൊണ്ടേയിരുന്നു എൻ്റെ അച്ഛൻ്റെ കാലത്ത്. എൻ്റെ കാലത്തായപ്പോഴേക്കും മാറി, ജീവിതശൈലി മാറി, കുറച്ചുകൂടെ ആർഭാടം വന്നു. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ വസ്ത്രം പോലും കാണില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നിക്കർ ഇട്ടാൽ സ്കൂളിൽ പോകാൻ ഒരു നിക്കർ, കല്യാണങ്ങൾക്ക് പോകാൻ വേറൊരു നിക്കർ അടുക്കി വെച്ചേക്ക്, അതമ്മ തരുമില്ല. ഒരു ഷർട്ട് കാണും, 2 ഷർട്ട് കാണും. ഷർട്ട് പോലും തയ്ക്കുന്നത് കുറച്ച് വലുതായിട്ട് തയ്ക്കുകയുള്ളൂ, ബോഡി ഫിറ്റായിട്ട് തയ്ക്കില്ല. എന്ന് വെച്ചാൽ ഇനി വളരുമ്പോൾ ഷർട്ട് ഇടണ്ടേ, അതിന് വേണ്ടി തയ്യക്കാരനോട് പറയും ഇവൻ ഷർട്ട് കുറച്ച് വലുതായിട്ട് തയ്ക്കണേ. അപ്പോൾ ഒരിക്കലും അന്നത്തെ ഷർട്ട് ഫിറ്റ് ഷർട്ട് അല്ലായിരുന്നു, കുറച്ച് വലുതായിരിക്കും. ഒരിക്കലും ആ തരത്തിലുള്ള ഒരു ഫാഷൻ ഇല്ലായിരുന്നു, പെർഫെക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കാലഘട്ടത്തിൽ അത് മാറി. അവിടെ പെർഫെക്ഷൻ വന്നു, സമ്പത്ത് വന്നു, ക്യാഷ് ഫ്ലോ ഉണ്ടായി. അപ്പോൾ ജീവന നിലവാരം കൂടി. അതേസമയത്ത് ജീവിത നിലവാരം അല്പം കുറഞ്ഞു എന്നാണ് പറയാം. അമ്പലത്തിൽ പോക്കും നാമചൊല്ലുക എല്ലാം കുറഞ്ഞിട്ടുണ്ട്, പൊതുവെ കുറഞ്ഞു. പക്ഷേ എനിക്ക് ഒരാശ്രമമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിച്ചതിനാൽ ആ ജീവിത നിലവാരം മാറിപ്പോയില്ല. ഈശ്വര വിചാരവും നാമജവും വേദാന്ത പഠനവും ഒക്കെ കുട്ടിക്കാലം മുതലേ ഉള്ളത് പരിപോഷിക്കാൻ സാധിച്ചു എൻ്റെ കാലത്ത്. പിന്നെ ഉദ്യോഗത്തിലിരിക്കുകയല്ലേ, ഇപ്പോൾ ഉദ്യോഗം നോക്കി, കുടുംബം പുലർത്തി, ആധ്യാത്മികമായ കാര്യങ്ങളിലും കുറച്ച് സമയം ചിലവാക്കാൻ സാധിച്ചു. അങ്ങനെ 3 കാര്യങ്ങൾ ഒരുപോലെ സാധിച്ചു എൻ്റെ കാലഘട്ടത്തിൽ. ഈ പാറ്റേൺ, സാർ ഈ പറഞ്ഞൊരു പാറ്റേൺ സമൂഹത്തിൽ മാറിയത് എപ്പോഴാണ്? മാറിയത് ഈ ഇടക്കാലത്താണ്. ഒരു 2000 ആണ്ടിന് ശേഷമാണ് അല്പമെങ്കിലും മാറ്റം വരാൻ തോന്നിയത്. അതുവരെ 1970, 1980, 1990, 2000 വരെ വലിയ മാറ്റം കൂടാതെ പോയി. സമാധാനമായ അന്തരീക്ഷമായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിലുണ്ടായിരുന്നത്. എനിക്ക് കേരളം മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളും അറിയാം. ജോലി സംബന്ധമായിട്ട് ഞാൻ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ജോലിക്ക് പോയി, അവിടുത്തെ സംസ്കാരവും പഠിച്ചു. എങ്കിലും ആ സംസ്കാരം അല്പം ചുതി വന്നു തുടങ്ങിയത് 2000-ന് ശേഷമാണ്. 2020-ന് ശേഷം എന്താണ് സംഭവിച്ചത്? ആക്ച്വലി 2020 ശേഷം മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുത്ത ശിക്ഷണത്തിൽ മാറ്റം വന്നു. തൻ്റെ കുട്ടി, ഞങ്ങളുടെ കാലഘട്ടത്തിൽ 5, 6, 7 മക്കൾ ഉള്ള കാലഘട്ടമായിരുന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ 16 മക്കളായിരുന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ 16 മക്കൾ. എൻ്റെ അമ്മ 10 പ്രസവിച്ചു. 10 മക്കളിൽ മൂത്തവരാണ് ഞാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2000 വരെ ചുതിയൊന്നുമില്ല. 2000 ശേഷം ചുതി വരാൻ ശിക്ഷണ രീതി മാറി. സ്കൂളുകളിൽ അന്ന് മക്കളുടെ എണ്ണം കുറഞ്ഞു. ഒരു കുടുംബത്തിൽ 1, 2, 3 മതി എന്നുള്ളൊരു കുടുംബം വ്യവസ്ഥിതി മാറി വന്നു. അപ്പോൾ എനിക്ക് 2 കുട്ടികളെ ഉള്ളൂ. ആ കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി അവനെ വലിയൊരു നിലയിലെത്തണം, സ്വാർത്ഥ താല്പര്യം കൂടി. അപ്പോൾ അവന് കൊടുത്ത ശിക്ഷണം
സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ശ്രദ്ധ കാണിച്ചു. ABC പഠിപ്പിക്കും, 4, 3, 7 പഠിപ്പിക്കും. പക്ഷേ അവന് ആധ്യാത്മിക പഠനം കൊടുത്തില്ല. അമ്പലത്തിൽ പോയാൽ നേരമില്ല, അമ്പലത്തിൽ കൊണ്ടുപോവില്ല, ഒരു പ്രഭാഷണം കേൾക്കാൻ കൊണ്ടുപോവില്ല, ഭാഗവത സപ്താഹങ്ങൾക്കില്ല, ഒരു നാമജപത്തിന് കൊണ്ടുപോവില്ല. അത്തരത്തിൽ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസ മേഖല, ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖല തകർക്കപ്പെടുകയും അല്ലാതെ ലൗകിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൂടുകയും ചെയ്തു. അങ്ങനെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് ഇറങ്ങി മത്സരം തുടങ്ങി. എൻ്റെ കുട്ടിക്ക് നമ്പർ 1 ആവണം, എൻ്റെ കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടണം എന്നുള്ള തരത്തിൽ മത്സരം തുടങ്ങി. ആ മത്സരം തുടങ്ങിയപ്പോൾ ജീവിത നിലവാരം താണു. ഇത് എല്ലാ മതത്തിലും സംഭവിച്ച കാര്യമാണ്. എല്ലാ മതത്തിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഹിന്ദു മതത്തിൽ മാത്രമല്ല. ഈ ഒരു മാറ്റം, ഈ കാലഘട്ടത്തിലെ മാറ്റം എല്ലാ മതങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. ഹിന്ദു മാത്രമല്ല, ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും മാറ്റം വന്നു. ഇത് ഒരു പക്ഷേ മറ്റ് യൂറോപ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തി മാറിയതാണോ എന്ന് സംശയമുണ്ട്. തനത് സംസ്കാരത്തെ മറന്നിട്ട് ഇവർ വിദേശ സംസ്കാരത്തെ തേടിപ്പോയോ എന്ന് സംശയം എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യൻ നീതി സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി ഉള്ള കഠിനമായ പ്രയത്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അമ്പലങ്ങളിൽ അന്ന് സന്യാസിമാരും സ്കൂളിലെ അധ്യാപകർ വരെ നമ്മുടെ ഭാരത സംസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രയത്നിച്ചിരുന്നു. സ്കൂളിൽ വരെ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വരെ കഥകൾ, രാമായണ കഥ, രാമകീർത്തനം, മറ്റ് ഗ്രന്ഥങ്ങളിലെ ചില പാഠഭാഗങ്ങൾ, ആത്മീയ പഠനം കുട്ടിക്കാലം മുതലേ സ്കൂൾ വിദ്യാഭ്യാസത്തിലേ ഉണ്ടായിരുന്നു. ദൈവമേ കൈതൊഴാം കാത്തുകൊള്ളണമേ എന്ന് മുതലേ പാട്ടുകൾ അന്ന് എത്രയോ കാലം മുമ്പ് പഠിച്ച് ഇന്നും മനസ്സിൽ കിടക്കുന്നു. പ്രൈമറി സ്കൂളിൽ പഠിച്ച പാട്ടുകളാണ്. ഇപ്പോൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. വിശ്വാസി അല്ലെങ്കിൽ പോലും ഈ കഥകളും നമ്മളെ മനുഷ്യത്വത്തെ നയിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറി. അമ്മ ആദ്യം പഠിച്ച അമ്മ, എഴുതിയിട്ട് അമ്മ എന്നാണ് പഠിച്ചത്. ഇപ്പം വേറെ എന്തൊക്കെയല്ലേ. അപ്പം മലയാളം മാറ്റി ഇംഗ്ലീഷ് മീഡിയം വന്നു. വിദേശ സംസ്കാരത്തിൽ ഒരു ചേർച്ച വന്നു. ഇതെല്ലാം നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയായി. ആ ചുതിയാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. സാർ, ഇപ്പോൾ സാറ് സമൂഹത്തെ കണ്ണിലൂടെ വീക്ഷിക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വലിയ ചുതി അനുഭവപ്പെട്ട് തുടങ്ങി. മൊത്തം മാറിയിട്ടില്ല എങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നാം പഠിച്ചിട്ടുള്ളത് സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ധർമ്മം. ആ ധർമ്മം നശിക്കില്ല എന്നാണ് നാം പഠിച്ചു വച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും. അത് നശിക്കുകയില്ല. എൻ്റെ ഇത്രയും കാലത്തെ ജീവിത രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ ധർമ്മം നശിക്കുകയില്ല. അത് ഒരു ച്യുതി ഉണ്ടായാലും അത് വീണ്ടും കയറി വരും. ഒരു ഗ്രാഫ് വരച്ചാൽ അങ്ങനെ പോകുന്ന മാതിരി ഒരു സൈൻ വേവായിട്ട് അതങ്ങനെ പോകും. നശിക്കുന്നതല്ല ഈ സനാതനധർമ്മം. അതിന് ആരെങ്കിലുമൊക്കെ ആചാര്യന്മാർ ആ സമയത്ത് വരികയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ലക്ഷ്യബോധം പറഞ്ഞു തരികയും മനുഷ്യ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു തരികയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം തരികയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഇനിയും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ വന്നാൽ തന്നെയും ഭാരതത്തിലെ സംസ്കാരം ഒരിക്കലും നശിക്കുന്നതല്ല. നശിപ്പിക്കാൻ വേണ്ടി ചില ബാഹ്യശക്തികൾ ഉണ്ടോ എങ്കിലും ഇത് നശിക്കുന്നതല്ല. ഈ സംസ്കാരം മാത്രമായിരിക്കും ഭാവിയിൽ ഇവിടെ നിലനിൽക്കുന്നത്. നാം കേട്ടിട്ടുണ്ടല്ലോ, ഗ്രീക്ക് സംസ്കാരം കാണാനില്ല, അറേബ്യൻ സംസ്കാരം അത് വേറെയുണ്ട്, മറ്റ് പല ഈജിപ്ഷ്യൻ സംസ്കാരം, ഇതെല്ലാം മൺമറഞ്ഞു പോയി. സംസ്കാരങ്ങളെല്ലാം പോയി. നിലനിൽക്കുന്നത് ഹൈന്ദവ സംസ്കാരം മാത്രമാണ്. സനാതന ധർമ്മ സംസ്കാരം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് നിലനിൽക്കും. നമുക്കറിയാം, ഇന്നും പല രാജ്യങ്ങളും നമ്മുടെ ധർമ്മങ്ങളെല്ലാം അവർ പിടിച്ച് പോകുന്നത്. നമ്മുടെ ധർമ്മങ്ങൾ അവർ ഇഷ്ടപ്പെട്ടു വരുന്നല്ലോ. നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയാണ് അതിന് പ്രധാന കാരണം. പക്ഷേ കുടുംബം എന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിശോധിക്കുക ഒരു അസ്ഥാനത്തോട്ട് മാറുന്നില്ലേ? മാറി തുടങ്ങിയില്ല, പക്ഷേ അതിൻ്റെ ലാഞ്ചന കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ചിറ്റപ്പൻ, മാമൻ, കൊച്ചച്ഛൻ, അങ്ങനെ ഒരു ശൃംഖലയാണ് കുടുംബം. ആ ശൃംഖല ബലത്ത ശൃംഖലയാണ്. ഈ ശൃംഖല വ്യവസ്ഥ ഒരു രാജ്യത്തുമില്ല. യൂറോപ്യൻ അവിടെയൊക്കെ ജീവന രീതിയൊക്കെ വളരെ ഹൈ ആയിരിക്കും, പക്ഷേ അവർക്ക് കുടുംബ സംവിധാനങ്ങളില്ല, ഭാര്യ ഭർത്തൃബന്ധമില്ല. നമുക്ക് ഏക പത്നി വ്രതമാണ് നമ്മുടെ സംസ്കാരം. ഏക പത്നി വ്രതം.
ഒരാൾക്കൊരു ഭാര്യ മാത്രം. അയാൾ അതിന് എത്ര വയസ്സായാലും കൊണ്ടു നടക്കും. അല്ലാതെ വയസ്സായി പോയി യൂറോപ്യന്മാരെ പോലെ കളഞ്ഞിട്ട് വേറെ സ്ത്രീയോട് പോകുന്ന പരിപാടി ഭാരത സംസ്കാരത്തിലില്ല. ഏകപത്നി വ്രതവും പതിവ്രത സമ്പ്രദായം. പതിവ്രത ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനെ കിട്ടിയാൽ ആയുഷ്കാലം മുഴുവനും അവനെ തന്നെ ഭർത്താവായിട്ട് സുഖം. അവൻ തന്നെ ഈശ്വരൻ ആ ഭാവത്തിൽ അവൾ കൊണ്ടുവിടും. അതിലിപ്പോ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മറ്റും പത്രമാധ്യമങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സമീപനം അസ്തമിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അസ്തമിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ആ തുടക്കം വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷന് ഈ വിവാഹബന്ധം പോലും വേണമെന്ന് തോന്നുന്നില്ല അവർക്ക്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലിവിങ് ടുഗദർ. ഈ ഇടയ്ക്ക് ഒരു പുതിയ വേർഡാണ് ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു ചെറുപ്പക്കാരിയും ഒരുമിച്ച് ജീവിക്കുക. അവർ കല്യാണം വേണമെന്നില്ല. മാത്രമല്ല ഒരു പുതിയ സംവിധാനം അവരുടെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നത് എൻ്റെ ചെറുമകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അവർ കുട്ടികൾ വേണ്ട എന്നുള്ളതാണ്. എന്തൊരു കടുത്ത അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു സംസ്കാരം നിലനിൽക്കണം, കുടുംബം നിലനിൽക്കണം, അതിന് കുട്ടികൾ വേണ്ടേ? ഇപ്പോഴും എൻ്റെ ചെറുമക്കൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇന്ത്യക്ക് പുറത്താണ് ജീവിക്കുന്നത്. അവർ പറയുന്നത് അപ്പൂപ്പ നിനക്ക് മക്കളെതിലേക്ക് കല്യാണമൊക്കെ വേണ്ടേ? കല്യാണം വേണ്ട അപ്പൂപ്പ. അങ്ങനെയാണ് പറയുന്നത്. 28 വയസ്സായാലും അവനിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്നു. നമ്മുടെ കാലത്ത് 25-26 ആകുമ്പോഴേക്കും ഒരു പുരുഷൻ ഒരു കല്യാണം കഴിച്ചിരിക്കും. കല്യാണ വ്യവസ്ഥ നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകുന്നു? വഴിതെറ്റി പോകുന്നു. ആർഷപര സംസ്കാരത്തിൽ നിന്നും യൂറോപ്യൻ സംസ്കാരത്തേക്ക് വ്യതിചലിക്കപ്പെടുന്നു. അതിന് തടയിട്ടില്ല എങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്നെ വേദനിപ്പിച്ചത് കുട്ടികൾ വേണ്ട എന്നുള്ള സങ്കല്പം ഒരു കുടുംബത്തിൽ ഒരു പെണ്ണിനും ആണിനും തോന്നിയാൽ എന്തായിരിക്കും ഗതി? കുടുംബനാശം ഉണ്ടാവില്ലേ? വംശഹത്യ ഉണ്ടാവില്ലേ? അപ്പോൾ കുടുംബ വ്യവസ്ഥയിൽ പോയാൽ പിന്നെ പോയി നമ്മുടെ സംസ്കാരം പോയി. അത് പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയെ പുനർജീവിപ്പിച്ചെടുക്കണം. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇത്തരത്തിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥ, സമ്മിശ്രമായ ഒരു കുടുംബ വ്യവസ്ഥിതി പടുത്തുയർത്തണം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ എന്നെപ്പോലുള്ളവർ പരിശ്രമിക്കണമെന്നാണ് എൻ്റെ. സാർ, ഒരു റീകൺസ്ട്രക്ഷൻ ആവശ്യമാണോ അതോ മറ്റു തരത്തിലുള്ള മൂവ്മെൻ്റാണ് നമുക്ക് ഇനി ആവശ്യം? നമുക്ക് നമ്മൾ വേദാന്തത്തെ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ മഹാഭാഗവതം, അധ്യാത്മ രാമായണം ഇവയൊക്കെ ഒരു ജീവിത രീതിയെ വരച്ച് കാട്ടുന്ന ഗ്രന്ഥങ്ങളാണ്. വെറുതെ കഥകൾ മാത്രമല്ല. ഒരു മനുഷ്യൻ ജനിച്ചാൽ എങ്ങനെ ജീവിക്കണം എന്ന് അവർ ജീവിച്ച് കാണിക്കുകയാണ്. ശ്രീരാമൻ രാമായണത്തിലൂടെ ജീവിച്ച് കാണിക്കുകയാണ്. ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ ഒരു ജീവിതം എങ്ങനെ നയിക്കണം എന്ന് വരച്ച് കാട്ടുകയാണ്. ഭാഗവതം വരച്ച് കാട്ടുകയാണ്. മഹാഭാരതം അതിൽ പരം ഒരു മഹാഭാരതം പോലെ കൃതി ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടാകുകയുമില്ല. ഒരു മനുഷ്യൻ്റെ വ്യവസ്ഥിതികൾ, ധർമ്മവ്യവസ്ഥിതികൾ, കുടുംബ വ്യവസ്ഥിതികൾ, സമൂഹ വ്യവസ്ഥിതികൾ, രാഷ്ട്രബന്ധം ഇവയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ നാം വായിച്ച് പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടുവരാൻ മാത്രമേ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. അത് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ചും കുട്ടികളെ ഇതിൽ കൊണ്ടുവന്ന് അവരെ പ്രലോഭനം നടത്തി പ്രചോദനം കൊടുത്ത് അവരെ കൂടി നമ്മുടെ പാതയിൽ കൊണ്ടുവരാൻ ഓരോ വ്യക്തിയും, പ്രത്യേകിച്ചും ഒരു പ്രായമായ ഒരു വ്യക്തിയും, എൻ്റെ അഭിപ്രായത്തിൽ റിട്ടയർഡ് അധ്യാപകന്മാർ, ആചാര്യന്മാർ, സന്യാസിമാർ ഇവരെല്ലാം കൂടി കൂട്ടായി പരിശ്രമിച്ച് നമ്മുടെ സംസ്കാരം നിലനിർത്തി ഈ ലോക വ്യവസ്ഥിതിയെ മാറ്റിമറിച്ച് ലോകം മുഴുവനും സനാതനധർമ്മം വന്ന് ശാന്തിയും സമാധാനത്തോടെയും മനുഷ്യൻ ജീവിക്കാൻ പഠിക്കണം. ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്നാണ് നാം പഠിച്ചത്. ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ശുദ്ധമായ മനസ്സിലൂടെ മാത്രമേ ആ ലക്ഷ്യപ്രാപ്തിക്ക് സാധിക്കുകയുള്ളൂ. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളെല്ലാം നീക്കണം. അത് പറഞ്ഞാൽ നീങ്ങുകയില്ല. അതിന് ആധ്യാത്മിക രീതിയിലൂടെ നാമജപവും ഭജനവും സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും നിരന്തരം കേട്ടും പഠിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോഴേക്കും അവരുടെ മനസ്സ് ശുദ്ധമാവും. ഒരു മനുഷ്യൻ സമത്വഭാവനുള്ളവനാണ്.
മനുഷ്യന് മാത്രമല്ല സകല ജീവികളിലും വസിക്കുന്ന ഒരേ ആത്മാവാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത് എന്ന ബോധം ഉറയ്ക്കുമ്പോൾ ആരെ കാണുന്നുവോ അവർ ഈശ്വരഭാവത്തിലല്ല കാണാൻ സാധിക്കുകയില്ല. ഏത് മതം എന്നത് പ്രശ്നമല്ല. ഒരു ആത്മീയമായ ഒരു നിലപാട് മനുഷ്യനുണ്ടാവണം. ഉണ്ടാവണം. ആത്മീയമായ നിലപാട് മതി. മനുഷ്യ എല്ലാ മതത്തിലും പറയുന്ന കാര്യങ്ങൾ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അള്ളാ ഏകമാണ്. നബി പ്രവാചകനാണ്. കർത്താവ് പിതാവ് ഒന്നേ ഉള്ളൂ. യേശുക്രിസ്തു പ്രവാചകനാണ്. ഹിന്ദുമതത്തിൽ ഭഗവാൻ പരമാത്മ ചൈതന്യം ഭഗവാൻ എന്ന് വിളിക്കുന്ന ഒന്നേ ഉള്ളൂ. ഏകം നിത്യം വിമലം അചലം. ആ ശക്തി ഒന്നേ ഉള്ളൂ. പ്രചരിപ്പിക്കാൻ ഒരുപാട് കൃഷ്ണൻ, ശിവൻ, മുരുകൻ, ഗണപതി, കുറേ ദേവതമാരുണ്ട്. നമുക്ക് മാത്രമേ അങ്ങനെ ദേവതാ സ്വരൂപങ്ങളുള്ളൂ. ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ സ്വീകരിച്ച് ആ ഇഷ്ടപ്പെട്ട ദേവതാ മന്ത്രം ചൊല്ലി ആ ദേവനിലൂടെ നമുക്ക് ആ പരമാത്മഭക്തി പ്രവഹിക്കാം. അതാണ് നമ്മുടേത്. പക്ഷേ മറ്റുള്ള മതത്തിൽ അതില്ല. അതെല്ലാം കമാൻഡ്മെൻറ്റ്സാണ്. അവർ പറയുന്നത് അനുസരിച്ചോളണം. നമ്മുടെ അങ്ങല്ല. നമുക്ക് വാദപ്രതിവാദം ചെയ്യാം. എല്ലാ ഉപനിഷത്തുകളും ഭഗവത്ഗീത അടക്കം ചോദ്യം ഉത്തരവുമാണ്. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു. അർജുനൻ പറയും എനിക്ക് മനസ്സിലാവുന്നില്ല ഭഗവാനെ, എനിക്ക് വ്യക്തമായില്ല ഭഗവാനെ എന്ന് പറയുമ്പോൾ വ്യക്തമാക്കി കൊടുക്കുന്നു. അങ്ങനെ ചോദ്യം ഉത്തരവും. ഏത് ഉപനിഷത്തിലൂടെ നോക്കുക, ഉപനിഷത്തിലും ചോദ്യം, എല്ലാ ഉപനിഷത്തിലും ചോദ്യം. ശിഷ്യൻ ചോദിക്കുന്നു, യജമാനൻ അല്ലെങ്കിൽ ഗുരു ഉത്തരം പറയുന്നു. അതാണ് നമ്മുടെ സംസ്കാരം. സാറ് BSN സാറ് ഉന്നത സ്ഥാനത്തിരുന്നിട്ടാണ് സാർ റിട്ടയർ ചെയ്യുന്നത്. സാറിന് ഈ ആത്മീയ ലൈഫ് അതിനെക്കുറിച്ച് ഈ ആത്മീയ ലൈഫ് സാറിന് എത്രമാത്രമാണ് സാറാക്കി മാറ്റിയത്? ഈ ആധ്യാത്മിക വിചാരവും ആത്മബന്ധവും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം ബാധിച്ചു. കാരണം ഇപ്പോഴത്തെ കാലം നിങ്ങൾ നോക്കിയാൽ എൻ്റെ കാലഘട്ടത്തിലേ ഉണ്ട് കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ അന്നും നിലനിൽക്കുന്നുണ്ട്. ചെറിയ തോതിൽ അന്നുണ്ട്. ഇന്നത്തെ പോലെ വലിയ തോതിലില്ല. ആ ചെറിയ തോതിലുണ്ടായിരുന്നിട്ട് പോലും അതിനൊന്നും വശപ്പെടാതെ ഒരു സത്യത്തിൻ്റെ മാർഗത്തിൽ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ എനിക്ക് ചരിക്കുവാൻ ഈ ആത്മീയ ബോധം വളരെയധികം ഉപകരിച്ചു. അനീതി കണ്ടാൽ എതിർക്കും, അധർമ്മം കണ്ടാൽ എതിർക്കും, കൈക്കൂലി കണ്ടാൽ എതിർക്കും. അപ്പോൾ അതിലൊന്നും പെടാതെ സന്മാർഗ ജീവിതം നയിക്കുവാൻ എനിക്ക് ആധ്യാത്മിക ജീവിതം വളരെ ഉപകാരപ്പെട്ടു. അതിന് കാരണം ആ കാലഘട്ടത്തിൽ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഒരു ഗുരു ലാഭം ഉണ്ടായി. ഒരു ഗുരുവിനെ കിട്ടാൻ സാധിച്ചു. എൻ്റെ അനുഭവത്തിൽ മാധവസ്വാമി ആണ് എൻ്റെ ഗുരു. തിരുമല മാധവസ്വാമി. ആ ജോലിക്ക് കയറുമ്പോൾ തന്നെ അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ആ എൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ ആ ഒരു ഗുരുബന്ധം ഉള്ളതുകൊണ്ട് സന്മാർഗ ജീവിതം എന്താണ്, നന്മയെന്ത് തിന്മയെന്ത്, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ശുഭമേത് അശുഭമേത്, ഇവ കാര്യങ്ങളെ തരംതിരിച്ച് പഠിക്കുവാനും പ്രാവർത്തികമാക്കാനും സാധിച്ചു. ഇത് എനിക്ക് ഓഫീസിൽ ജോലികളിലും പ്രചരിപ്പിക്കാനും സാധിച്ചു. ഏത് പ്രസംഗം വന്നാലും, ഏത് സെൻഡ് ഓഫ് വന്നാലും, ഏത് സമ്മേളനം വന്നാലും അതിലൊരു ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വ്യാപിപ്പിച്ചിട്ട് എനിക്ക് പറയാൻ സാധിച്ചു. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. എനിക്കും സമൂഹത്തിനിടയിൽ, ഓഫീസിൽ സ്റ്റാഫിൻ്റെ ഇടയിലും ഒരു പ്രധാന വ്യക്തിത്വം നേടാൻ സാധിച്ചു. ആത്മവിചാരം. ഈ സമൂഹത്തിൽ ഈ ഗുരുവിൻ്റെ സാന്നിധ്യം, സാർ പറഞ്ഞ ഗുരു, നമുക്കിപ്പോൾ അത്തരത്തിലുള്ളൊരു ഗുരുവിനെ കണ്ടെത്താൻ കഴിയുമോ? ഗുരുവിനെ ആചാര്യന്മാർ പറയുന്നത്, എൻ്റെ അനുഭവത്തിലും ഗുരുവിനെ അന്വേഷിച്ച് പോകണ്ട. നമ്മുടെ ചിത്തം ശുദ്ധമാകുമ്പോഴേക്കും എവിടെ നിന്നെങ്കിലും നമുക്ക് ഗുരുലാഭം ഉണ്ടാകും. അത് ആത്മീയ വഴി. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു വ്യതിചലനം ഉണ്ടായെന്നതൊരു സത്യമാണ്. അപ്പോൾ വ്യതിചലനം ഉണ്ടായ അവസരത്തിൽ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതും സത്യമാണ്. ഉണ്ട്, വ്യക്തികളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ധാരാളം സംഘടനകളുണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ അമരാനന്ദമയി ദേവി, കോടിക്കണക്കിന് ആരാധകരുണ്ട് അല്ലേ? എല്ലാ രാജ്യത്തും ശ്രീ രവിശങ്കർ, രാമകൃഷ്ണ മിഷൻ, ചിന്മയ മിഷൻ, ഹരേകൃഷ്ണ പ്രസ്ഥാനം, ഇങ്ങനെ എത്ര സംഘടനകൾ. അവരെല്ലാം ഈ സനാതന ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ, നല്ല സംസ്കാരം വളർത്താൻ വേണ്ടിയല്ലേ പ്രയത്നിക്കുന്നത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ താല്പര്യം കൊടുക്കുന്നതും പ്രചോദനം കൊടുക്കുന്നതും ആ വ്യക്തിയുടെ അച്ഛനമ്മയിൽ തുടങ്ങണം. മാതാപിതാക്കൾ ആരാണോ ഈ പ്രചോദനം കുട്ടികൾ കൊടുക്കാത്തത്, അവർ ആ കുട്ടിയുടെ ശത്രുവായിട്ടാണ് കാണുന്നത്.
ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ചിലപ്പോൾ പറയും, മാതാവ് വൈരി, പിതാ ശത്രു. ആ കുട്ടിയുടെ മാതാവ് വൈരി, പിതാ ശത്രു. യോ ബാല ന പാഠിത. ആത്മവിദ്യാഭ്യാസം കൊടുക്കാത്ത അച്ഛനും അമ്മയും, വെറും ലൗകിക വിദ്യാഭ്യാസം മാത്രം കൊടുക്കുന്ന അച്ഛനും അമ്മയും ആ കുട്ടിയുടെ ശത്രുക്കളാണ്. ചിന്തിച്ചു നോക്കണം. ആ കുട്ടി പഠിച്ചു, ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ചറിയാം, നല്ല മാർക്കോടെ റാങ്ക് പിടിച്ച് പാസ്സായി, 4-5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ആ പയ്യനും ആ പുരുഷനും ശമ്പളമുണ്ട്, കെട്ടിയ കല്യാണം കഴിച്ച കുട്ടിക്കും 2 ശമ്പളമുണ്ട്, ലക്ഷങ്ങൾ വരുമാനം അവർക്കുണ്ട്. പക്ഷേ അവരുടെ കുടുംബജീവിതം നയിക്കാൻ അവർ സാധിക്കുന്നില്ല. കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. സാർ, അവസാനമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ. എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നു. സാർ പറഞ്ഞു 2000 മുതൽ ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാറ്റം സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ പൊതുസമൂഹത്തോട് നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങൾ എന്തായിരിക്കും? പൊതുസമൂഹത്തോട് പറയുന്നത്, എപ്പോഴും എൻ്റെ സ്വന്തം ജീവിതം കണക്കാക്കി പറയുമ്പോൾ ആധ്യാത്മികമായ ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. ലൗകികവും ആധ്യാത്മികവും രണ്ടും ഒരേ പാതയിലാണ്. നമ്മൾ ജീവിത പന്ഥാവിൽ നടക്കുമ്പോഴേക്കും നമുക്ക് ലൗകികവും വേണം, ആധ്യാത്മികവും വേണം. ഇവിടെ ആധ്യാത്മികം ഇല്ലയോ അവിടെ അധർമ്മം, അക്രമം, അനീതി ഒക്കെ ഉണ്ടാകും. ആധ്യാത്മികം ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കപ്പെടും. അവിടെ അവൻ ലജ്ജിക്കും, കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ലജ്ജിക്കും, കൈക്കൂലി മേടിക്കുമ്പോൾ ലജ്ജിക്കും, അധർമ്മം പ്രവർത്തിക്കുമ്പോൾ ലജ്ജിക്കും, അനീതി കാട്ടുമ്പോൾ ലജ്ജിക്കും. ആ ലജ്ജ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കി ഈശ്വര ചിന്തയിൽ കൂടി ജീവിതം നയിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ധർമ്മചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അധർമ്മമായി പോകും. ബേസിക്, ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് ഭഗവാന് ഭയന്ന് ജീവിക്കണം. ഒരു പ്രപഞ്ചശക്തി ഉണ്ട്. ആ പ്രപഞ്ചശക്തി ഇല്ല എങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? എൻ്റെ ഉള്ളിൽ ആ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, എൻ്റെ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, കൈകൾ ചലിക്കുന്നു. അതിന് കാരണക്കാരനാര്? എൻ്റെ ഉള്ളിലുള്ള ആ ആധ്യാത്മിക ശക്തിയാണ്. അതിനെ ദൈവം എന്ന് വിളിക്കാം, ഏത് പേരിലും വിളിക്കാം. ആ ശക്തിയാണ് നമ്മുടെ ദൈവം. അതിനെ കാണാൻ സാധിക്കില്ല, തൊട്ട് നോക്കാൻ പറ്റില്ല, രുചിച്ച് നോക്കാൻ പറ്റില്ല. അത് സർവ്വവ്യാപകമായിട്ട്, സർവ്വശക്തരായിട്ട്, സർവ്വാന്തരീയമായിട്ടിരിക്കുകയാണ്. ആ ശക്തിയെ വണങ്ങി, ആ ശക്തി എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ ലൗകിക ജീവിതവും കൂടി കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ആ ലൗകിക ജീവിതം, മനുഷ്യജന്മം സഫലമാവും, ധന്യമാവും, കൃതാർത്ഥമാവും. അത് തന്നെയാണ് നാം മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ കൈവല്യപ്രാപ്തി എന്ന് പറയുന്നത്. ഈ നേടാൻ അശ്രാന്ത പരിശ്രമം കുട്ടിക്കാലം മുതലേ തുടങ്ങിയാൽ അവൻ്റെ അവസാന ശ്വാസം വരെ അത് നിലനിർത്താം. ആ വ്യക്തി എന്നും സ്മരിക്കപ്പെടും. വളരെ നന്ദി സാർ. മീഡിയ ട്രൂവിൻ്റെ നന്ദി, നമസ്കാരം. ഹരി ഓം.